അതുവരെ കൂടെയുണ്ടായിരുന്ന മക്കൾക്ക് ചിലപ്പോൾ കൂടെ നടക്കാൻ കഴിയാതെ വന്നേക്കാം. പറക്കമുറ്റിയപ്പോൾ അവർ പുതിയ കൂടുകൾ തേടിപ്പോയേക്കാം, അല്ലെങ്കിൽ മനഃപൂർവ്വമായേക്കാം. ആരൊക്കെ കൂടെയില്ലെങ്കിലും സ്വന്തം പങ്കാളി, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് കൂടെയുണ്ടെങ്കിൽ വാർദ്ധക്യത്തിലും തനിച്ചാവില്ല. കാലൊന്നിടറുമ്പോൾ ചേർത്തു പിടിക്കാൻ, തനിച്ചാവാതെ കൂടെ ചെന്നിരിക്കാൻ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ വാർദ്ധക്യത്തെയും തോൽപ്പിക്കാം. ഇത് കൃഷ്ണക്കുറുപ്പിൻ്റെയും അമ്മാളുകുട്ടിയമ്മയുടെയും കഥയാണ്. മൂപ്പർക്ക് വയസ്സ് 70 കഴിഞ്ഞു. എസ്റ്റേറ്റ് മാനേജരായിരുന്നു. 60-കളിലും. മക്കളൊക്കെ ജോലിയായി പലയിടങ്ങളിലാണ്. വയസ്സുകാലമാണെങ്കിലും മക്കളുടെ കൂടെ പോയി താമസിക്കാനൊന്നും രണ്ടുപേരെയും കിട്ടില്ല. നാട്ടുംപുറത്തെ വീടും പറമ്പും വിറ്റ് ദേശാടന കിളികളായി പറന്നു പോകാൻ താല്പര്യവുമില്ല. അത്ര തന്നെ. അവരുടെ ലോകം ആ വീടും പറമ്പും അടങ്ങുന്ന ചുറ്റുവട്ടമാണ്. തൊടി നിറയെ കൃഷിയുണ്ട്, നല്ല അയൽക്കാരുണ്ട്, പരസ്പരം തണലായി തങ്ങൾ ഇരുവരുമുണ്ട്. അവരുടെ പുലർക്കാലങ്ങൾ ഉണരുന്നത് തന്നെ തൊടിയിലെ പച്ചപ്പിലേക്കും കിളികളുടെ ആരവങ്ങൾക്കിടയിലേക്കുമാണ്. പ്രണയത്തിന് അതിൻ്റെ വിവിധ ഭാവങ്ങളെ വരിച്ചെടുക്കാൻ മറ്റെന്തു തന്നെ വേണം. അവർ പരസ്പരം സ്നേഹിച്ച് ഇഷ്ടഭക്ഷണങ്ങൾ കഴിച്ച് അതുണ്ടാക്കി നല്ല വായു ശ്വസിച്ച് പിന്നെ കുട്ടിത്തം കലർന്ന കുസൃതികളാൽ നേരം കഴിച്ചു. ഒരു നാൾ തട്ടിൻപുറത്ത് വച്ചിരുന്ന ഉപ്പുമാങ്ങ ഭരണിയെടുക്കാൻ കുറുപ്പ് കയറിയപ്പോൾ അമ്മാളുക്കുട്ടി താഴെ നിന്ന് ഏണിയെടുത്തു മാറ്റി. തിരിച്ചിറങ്ങാൻ പറ്റാതെ ശുണ്ടി പിടിക്കുന്ന കുറുപ്പിനെ നോക്കി അമ്മാളുക്കുട്ടി താഴെ നിന്ന് പൊട്ടിച്ചിരിക്കുകയായിരുന്നു. കഥ ഇങ്ങനെ പോകുന്നു. എന്നാൽ സന്തോഷത്തിനായാലും സങ്കടങ്ങൾക്കായാലും എന്നും ഒരു അന്ത്യമുണ്ട് എന്ന സത്യം നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ചിത്രം അവസാനിക്കുന്നു. നമ്മുടെ തിരക്കേറിയ ജീവിതത്തിൽ ഒരല്പം സമയമുണ്ടെങ്കിൽ ഒരു ചെറുപുഞ്ചിരി കാണണം. അത് നിങ്ങളെ നിരാശരാക്കില്ല.